കോൺഗ്രസ് എം LDF വിടുന്നുവെന്നും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കൊടുമ്പിരി കൊണ്ട മാധ്യമ വാർത്തകൾ. എന്നാൽ ആ വാർത്തകളൊന്നും ശരിയല്ലെന്നും നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല എന്നുമാണ് ജോസ് മോൻ ആണയിടുന്നത്. പിന്നെ ആരാണ് അംബാനെ ഈ വാർത്തയുടെ പിന്നിൽ? ആർക്കാണ് ഇത്ര ധൃതി LDF വിടാൻ? എന്തായാലും ഞങ്ങൾ LDFനൊപ്പം ഉരുക്കുപോലെ ഒരുമിച്ച് നിൽക്കുമെന്നും ഇനി മുന്നണിയിൽ വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ പോവില്ലെന്നുമാണ് ജോസ് മോൻ പറയുന്നത്. അപ്പൊ പിന്നെ ആർക്കാണ് പോവാൻ ഇത്ര നിർബന്ധം? സെലക്റ്റീവ് ആയിട്ടുള്ള ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻജസ്റ്റിസ്. നേതാക്കൾ തമ്മിൽ UDF പ്രവേശന വിഷയം ചർച്ച ചെയ്തെന്നും LDFനൊപ്പം തുടരുന്നത് രാഷ്ട്രീയമായ തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്നുമാണ് കേരള കോൺഗ്രസ് എമ്മിലെ ഭൂരിപക്ഷ നേതാക്കളുടെയും അഭിപ്രായമത്രേ. എന്താ ജോസ്മോനെ, ഇതൊക്കെ സത്യമാണോ? നടക്കോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നാണത്രേ നേതാക്കൾ ജോസ്മോനോട് ചോദിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, അത് LDFനോടൊപ്പമാണ്. കോട്ടയത്ത് തോമസ് ചാഴിക്കാടനോട് തോറ്റതോടെ എല്ലാ തരത്തിലും നിരാശയിലാണത്രേ കേരള കോൺഗ്രസ് എം നേതാക്കൾ. അണികൾക്ക് എന്ത് നിലപാടും സ്വീകരിക്കാം, പക്ഷേ നേതാക്കൾ എന്തും ചെയ്യും. ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവും ഒക്കെയുള്ള പാർട്ടിയാണ്. മുന്നണിയിൽ നിന്നും വിടാൻ തീരുമാനിച്ചാൽ അതെല്ലാം പോവും. മന്ത്രി റോഷി അഗസ്റ്റിനും ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ജയരാജൻ സാറും അതൊക്കെ അംഗീകരിക്കുമോ? ഇല്ലെന്നേ. അത്രമാത്രം ത്യാഗമൊന്നും ചെയ്യാൻ എന്തായാലും റോഷി അഗസ്റ്റിൻ തയ്യാറാവില്ല. താനാണ് മാണി സാറിന്റെ യഥാർത്ഥ പിൻഗാമിയെന്നും അതിനാൽ യഥാർത്ഥ കേരള കോൺഗ്രസ് എം എന്റെ കയ്യിലായിരിക്കുമെന്നും പറയാതെ പറഞ്ഞ റോഷി അഗസ്റ്റിൻ എന്തായാലും മുന്നണി വിടാൻ ഒരുക്കമല്ല. അങ്ങനെ അന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് പോകാനൊന്നല്ലേ രാഷ്ട്രീയം. UDFൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയ ദിവസം റോഷി ഒഴുക്കിയ കണ്ണീരിന് കിട്ടിയ പ്രതിഫലം അത്രേ ഇപ്പോഴത്തെ മന്ത്രിസ്ഥാനം. എന്തായാലും നിങ്ങളൊക്കെ പോകുന്നെങ്കിൽ പോയിക്കോളൂ, ഞാൻ എന്തായാലും ഇല്ല എന്ന നിലപാടിലാണ് റോഷി അഗസ്റ്റിൻ. പാർട്ടിയിലോ പ്രവർത്തനത്തിലോ മുന്നണിയിലോ തളർച്ചയില്ല. പാലായിൽ നിന്ന് ജയിക്കാൻ പറ്റാത്ത ജോസ് കെ മാണിക്ക് സുരക്ഷിതമായൊരു മണ്ഡലവും ഇല്ലെന്നിരിക്കെ CPIM അനുഗ്രഹിച്ചു നൽകിയ രാജ്യസഭാ സീറ്റിൽ ചുറ്റിക്കിടന്ന് ശിഷ്ടകാല രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതം. അപ്പോൾ ഇത് വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മന്ത്രിയുടെ വസതിയും കൊടിവെച്ച കാറും പോലീസ് എസ്കോർട്ടും ഒക്കെ സ്വപ്നം കണ്ടിരുന്ന ജോസ്മോൻ ഒന്നുമില്ലാതെ ജീവിക്കേണ്ടി വരികയാണ്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ ഇതേ അവസ്ഥ തുടർന്നാൽ കാര്യങ്ങൾ ദയനീയമാവുമെന്നാണ് കേരള കോൺഗ്രസിന്റെ ഭയം. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF തോറ്റു തുന്നം പാടും. റബ്ബർ കർഷകരുടെ ഇടയിൽ LDF വിരോധം ഇപ്പോൾ തന്നെ കോട്ടയത്തും ഇടുക്കിയിലും പ്രകടമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് തോമസ് ചാഴിക്കാടനെ അവഹേളിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടും ഏറെ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയതാണല്ലോ. എന്താണ് സാർ ഇനി ചെയ്യുക? നമ്മുടെ ജീവിതത്തിലെ പുസ്തകത്തിൽ നല്ല അധ്യായങ്ങൾ എഴുതി ചേർക്കുവാൻ കഴിയട്ടെ. മാണി സാർ ഇല്ലാത്ത കേരള കോൺഗ്രസിന് ഇനി എന്ത് പ്രസക്തി എന്ന ചോദ്യത്തിന് ഇപ്പോഴാണ് ഉത്തരമായിരിക്കുന്നത്. മാണി സാറിന് പകരമാകാൻ എന്തായാലും ജോസ് മോന് കഴിയില്ല. UDFുമായി ചർച്ച നടത്താനും തിരികെ വരാനും ജോസ് മോന് ഏറെ ആഗ്രഹമുണ്ട്. പക്ഷേ കണ്ട ഭാവം നടിക്കുന്നില്ലത്രേ. പാവ ഈ ജോസ് മോന്റെ സങ്കടങ്ങൾ ആരറിയാനാ?